ചെന്നൈയിലെ കാലാവസ്ഥ അറിയിപ്പുകൾ ഇനി ഹിന്ദിയിലും നൽകും എന്നതാണ്. നേരത്തെ ഇംഗ്ലീഷിലും തമിഴിലും മാത്രമായിരുന്നു അറിയിപ്പുകൾ. ഭാഷാ പോര് രൂക്ഷമായിരിക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ നീക്കം. മുഹമ്മദ് റഹീസ്, അങ്ങനെ മറ്റൊരു വിവാദമാകാൻ പോകുന്ന നീക്കത്തിലേക്ക് കേന്ദ്രം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ പ്രതികരണം ഉണ്ടാകും എന്നത് ഉറപ്പാണ്. അനുജ, വളരെ പ്രകോപനപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇക്കാലം അത്രയും തമിഴ്നാട്ടിൽ ഈ ഒരു റീജിയണൽ മെട്രോളജിക്കൽ സെന്ററിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ഇംഗ്ലീഷിൽ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. ആ ഇംഗ്ലീഷിൽ വന്നുകൊണ്ടിരുന്ന അറിയിപ്പ് ഇപ്പോൾ അത് ഹിന്ദിയിൽ കൂടി ആക്കിയിരിക്കുന്നു. നേരത്തെ ഒരു സമയത്തിനപ്പുറം ഇത് തമിഴിൽ കൂടി നൽകിയിരുന്നു. പക്ഷേ തമിഴിലുള്ള റിലീസുകൾ എപ്പോഴും നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 3 ഭാഷയിലും കൂടിയുള്ള റിലീസാണ് ഇന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോഴും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ഈ റിലീസുകൾ ഇംഗ്ലീഷിലല്ലാതെ അല്ലെങ്കിൽ ഹിന്ദിയിൽ നൽകിയിട്ടില്ല. കാരണം ഈ കർണാടകയിൽ ഇംഗ്ലീഷിലും ഒപ്പം തന്നെ കന്നഡയിലും നൽകുന്നുണ്ട്. കേരളത്തിൽ അത് ഇംഗ്ലീഷിൽ മാത്രമാണ് നൽകാറുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഹിന്ദി കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട്, ഹിന്ദിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെയും നടക്കുന്ന, വാക്പോര് നടക്കുന്ന ഒരു സമയത്താണ് ഈ റീജിയണൽ മെട്രോളജിക്കൽ സെന്ററിന്റെ ഭാഗത്തു നിന്നുള്ള റിലീസ് കൂടി ഹിന്ദിയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇത് വലിയ പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കമാണ്. അല്പസമയം മുമ്പ് ഏതാണ്ട് 11 മണിയുടെ ഒരു വെതർ റിപ്പോർട്ട് വന്നപ്പോഴാണ് അവിടെ ഒരു ഹിന്ദിയിൽ കൂടിയുള്ള ഒരു പ്രസ് റിലീസ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ആദ്യമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിന് പിന്നാലെ തന്നെ ഇത് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ മാത്രം ഹിന്ദിയിൽ ഒരു പ്രസ് റിലീസ് വരുന്നു എന്നുള്ളത്. അതിനുള്ള ഉത്തരം സ്വാഭാവികമായിട്ടും അത് ഈ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദി വിരുദ്ധ ഒരു സമരവുമായി മുന്നോട്ട് തമിഴ്നാട് സർക്കാർ പോകുമ്പോൾ അതിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ വാക്പോരുകളും ഒപ്പം തന്നെ പ്രത്യക്ഷ സമരങ്ങളും ഒക്കെ മാറി ഇപ്പോൾ എന്തായാലും ഈ ഹിന്ദി നടപ്പിലാക്കുന്ന തരത്തിൽ, ഏത് വിധേനയും തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് കേന്ദ്രത്തിന്റെ നീക്കം പോകുന്നു. അതിനുള്ളൊരു സൂചന കൂടിയാണ് ഇത്തരത്തിൽ ഒരു സൈറ്റിൽ കൃത്യമായി അവർ അത് ഹിന്ദിയിൽ കൂടി ഒരു പ്രസ് റിലീസ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ ഒരു സ്റ്റാലിൻ സർക്കാരിനുള്ള വലിയൊരു തിരിച്ചടിയാണ്, ഒരു പ്രകോപനപരമായ. ഈ കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കണം. ഇപ്പോൾ നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ പ്രതികരണങ്ങൾ മന്ത്രിമാരിൽ നിന്നും മുഖ്യമന്ത്രിമാരിൽ നിന്നും ഒക്കെ ഉണ്ടാകും. എന്തായാലും കേന്ദ്രത്തിനോടുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെയാണ് ഇത് നീളുന്നത്. ഒരു ഇടയ്ക്ക് വെച്ച് 2-3 ദിവസമായി ഒന്ന് തണുത്തിരുന്ന ഈ ഒരു ഹിന്ദി വിരുദ്ധ സമരം അല്ലെങ്കിൽ അതിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇനിയും ഏറെ മൂർച്ചയോടെ ഉണ്ടാകാൻ പോകുന്നു. അനുജ, ഭാഷയുമായി ബന്ധപ്പെട്ട പോര് കനക്കുന്നതിനിടെയാണ് ചെന്നൈയിലെ കാലാവസ്ഥ അറിയിപ്പുകൾ ഹിന്ദിയിൽ കൂടി നൽകുന്നു എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയം മുൻപ് വന്ന അറിയിപ്പിൽ ഹിന്ദിയിൽ കൂടിയുള്ള അറിയിപ്പുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇംഗ്ലീഷിലും തമിഴിലും മാത്രമായിരുന്ന അറിയിപ്പാണ് ഇപ്പോൾ ഹിന്ദിയിലേക്ക് കൂടി നൽകുന്നത്. ഇതിൽ എന്താണ് സർക്കാരിന്റെ പ്രതികരണം എന്നുള്ളത് അറിയാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.